എടി ചൂലുകൊണ്ട് മുറ്റത്ത് പടം വരയ്ക്കാനല്ല പറഞ്ഞത്, നല്ലപോലെ കുനിഞ്ഞു നിന്ന് അങ്ങോട്ട് അടിച്ചേ. എനിക്കറിയാം മുറ്റം അടിക്കാൻ. അമ്മ പോ. നീ ആരാടി എന്നോട് പൊയ്ക്കൊള്ളാൻ പറയാനായിട്ട്? 3 നേരം വെട്ടി വിഴുങ്ങുന്നല്ലേടി, ഇത് കഴിഞ്ഞിട്ട് വേണം തുണി കഴുകാൻ. നീ എന്താടി അമ്മയുടെ ഇങ്ങനെ വെച്ചോമ്പോ എടുക്കണം? നല്ല കുത്തിയം തേക്ക് ചേരും കേട്ടാ. പറഞ്ഞാ കേട്ടില്ലെങ്കിലേ നല്ല തല്ലേരി ഞാൻ. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. തള്ളേ മര്യാദ നിർത്ത്. ഞാൻ ഇവിടുത്തെ വേലക്കാരിയോ? നീ പാറുമേ ഇങ്ങോട്ട് വന്നേ. നീ ഇവിടെ 2 കഷ്ണം തുണിയുണ്ട്, ഇതൊന്ന് കഴിയക്കേ. അമ്മേ ഇത് വാഷിംഗ് മെഷീൻ വെക്കാമല്ലോ, പെട്ടെന്ന് തീരും. വാഷിംഗ് മെഷീനകത്ത് കഴുകിയാൽ അഴുക്ക് പോകില്ല. എന്താ കറണ്ട് ചാർജ്? പതുകെ അലക്ക്, എന്റെ അത് കീറിപ്പോകൂടി. അയ്യോ ഇങ്ങനെ അലക്കല്ലേ, തുണിക്ക് വേദനിക്കും. മര്യാദക്ക് അലക്കടി. നീ മാറ്, ഞാൻ അലക്കാം. എടാ വെങ്കോന്താ, നീ അങ്ങോട്ട് മാറിക്കടാ, അവളെ അലക്കട്ടെ. ഡീ ഇത് അലക്കിയിട്ട് വേണം ഇനി അടുത്ത തിണ്ണ ഉടയ്ക്കേണ്ടത്. ഞാൻ മടുത്തു. ഞാനിവിടുത്തെ ആരാ? നിങ്ങൾ അമ്മയും മാനും കൂടി ഒന്നിച്ച് ജീവിച്ചു. ഞാൻ എന്റെ വീട്ടിൽ പോവാ. പോട്ടെ, ഇനി ഞാനിവിടെ വന്നൊരു കൊലപാതകം നടക്കും. ഇനി ഈ തള്ള ചത്തിട്ട് ഈ വീട്ടിലേക്ക് ഞാൻ വരും. നീ പോകാൻ തീരുമാനിച്ചു? ആ തീരുമാനിച്ചു. എനിക്ക് അച്ഛനും അമ്മയും ആങ്ങളെ എല്ലാവരും ഉണ്ട്. അയ്യോ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിക്കില്ല. മുതുക്കി തള്ളേ, നിങ്ങൾക്ക് വേറെ ആ മക്കളില്ലേ, അവിടെ പോയി നിൽക്കാൻ നോക്കും. ഇവിടെ നിങ്ങൾ എന്നെ കൊണ്ട് ജോലി ചെയ്യിച്ച് സുഖിച്ചങ്ങ് ജീവിക്കുക. എന്റെ ദൈവമേ, അതെ നിങ്ങൾ കൂടുതൽ വർത്താനൊന്നും പറഞ്ഞ ഈ തള്ള പറയുന്നത് കേട്ട് മണു ഗുണാനായിട്ട് നിന്നോ. ഞാൻ എന്റെ വഴിക്ക് പോവാ. ഹലോ, കീർത്തി മാരേജ് ബ്യൂറോ അല്ലേ? ഞാനാ രാജലക്ഷ്മി. എന്റെ മകൻ അപ്പുവിന് നല്ലൊരു പെണ്ണ് വേണം. ആഹാ, അത് ശരി, ഇതായിരുന്നു നിങ്ങളുടെ പരിപാടി അല്ലേ? എന്നെ ഓടിച്ചിട്ട് മറ്റൊരു പെണ്ണെ കെട്ടാൻ. എന്റെ കൊക്കിന് ജീവനെടുത്തോളം കാലം അത് നടക്കില്ല. അമ്മ ഭക്ഷണത്തിന് മുമ്പുള്ള ഗുളിക കഴിച്ചോ? ഞാൻ പോയി ചായ എടുത്തിട്ട് തരാം.